മാലാഖ നോവൽ അധ്യായം 4. എന്നാലും നമ്മുടെ മോളോട് ആ നട്ടലില്ലാത്തവൻ ചെയ്ത ചതി ഓർക്കുമ്പോൾ നിങ്ങളോട് പോളച്ചൻ പറഞ്ഞതൊക്കെ മറന്നുപോയോ ഇത്ര പെട്ടെന്ന്? അവനെന്താടി പറഞ്ഞേ? ഞാനും അവനും തമ്മിൽ പണ്ട് മുതലുള്ള സ്നേഹം അങ്ങനെ തന്നെ നിലനിന്നത്. ഞങ്ങളുടെ മക്കൾ തമ്മിൽ ബന്ധങ്ങളൊന്നും സ്ഥാപിക്കണ്ടെന്നല്ലേ. അത് പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവനുണ്ട്. അവൻ്റെ ചെറുക്കൻ ആരെ കല്യാണം കഴിക്കണം, ഏത് പെണ്ണിൻ്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ അവന് കൂടിയല്ലേ തീരുമാനിക്കേണ്ടത്. ജോർജ് കുട്ടി വിദ്വേഷമേതുമില്ലാതെ പറഞ്ഞു. ജോറൂട്ടിച്ചായനുമായിട്ടുള്ള സ്നേഹം തന്നെ അയാൾ കനിഞ്ഞു തരുന്ന ഔദാര്യമാണെന്നൊരർത്ഥം അതിൻ്റെ കൂടെ ചേർത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അതറിയാവുന്ന കൊണ്ടല്ലേ പിന്നെയും പോളച്ചൻ കമ്പനി കൂടാൻ വിളിച്ചപ്പോൾ ഞാൻ പോകാതിരുന്നേ. ഞാനപ്പോഴേ മുഖത്ത് നോക്കി പറയുകയും ചെയ്തല്ലോ, മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ അത് മാത്രം മതി, കമ്പനി കൂടുതലൊക്കെ തരപ്പടിക്കാർ തമ്മിൽ ശരിയാവത്തുള്ളൂ എന്ന്. അവൻ കമാന്നൊരക്ഷരം മിണ്ടിയില്ലല്ലോ. നെല്ലിക്കുന്നതിലോട്ട് ഞാൻ പോണോ പപ്പ? എനിക്ക് വീടിൻ്റെ ഭാഗത്തേക്ക് നോക്കാൻ പോലും മടിയാ. ജിവിയെ ചിണുങ്ങി. നീ പോണം മോളെ. നമ്മളും നെല്ലിക്കുന്നേക്കാരും ഒരേ ലെവലിലായിരുന്ന കാലത്ത് നിന്നെ അവർക്ക് വലിയ കാര്യമായിരുന്നു. നീ അവിടെ നിന്ന് കുറേ ചോറ് തിന്നിട്ടുണ്ട്. നീ കുഞ്ഞായിരുന്നപ്പോൾ ഷൈനിയോ പോളച്ചനോ വന്ന് നിന്നെ എടുത്തുകൊണ്ട് പോകും, നെല്ലിക്കുന്നേ വീട്ടിലിട്ട് കൊഞ്ചിക്കാൻ. അവർക്കന്നേരം പെൺകുഞ്ഞില്ല, മൂത്തര 2 ആൺമക്കളല്ലായിരുന്നോ? വൈകുന്നേരമാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. കണ്ണെഴുതിച്ച് പൊട്ടുതൊടിച്ച് ചിലപ്പോൾ പുത്തൻ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് പാവകളെയൊക്കെ വാങ്ങിത്തുന്നത്. അതായിരുന്നു സ്നേഹം. റോബിൻസ് നിന്നോട് വിശ്വാസവഞ്ചന കാണിച്ചെങ്കിൽ അവനതിൻ്റെ ഉത്തരം കിട്ടിക്കോളും. പപ്പ പറയുന്നത് കേട്ട് ജിവയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. എന്നാൽ ഞാനും മമ്മിയും കൂടെ പോവാം. അതൊന്നും വേണ്ട, നീ ഒറ്റയ്ക്ക് പോകണം. ഇനി അങ്ങോട്ട് എവിടെല്ലാം നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടവളാ. അതിനുള്ള തൻ്റെ ഇടം വേണ്ടേ? ഇവിടെ നിന്ന് തുടങ്ങിക്കോ. അക്കരയ്ക്ക് പാലം കടന്നു പോകണമായിരുന്നു. ആണുങ്ങൾക്ക് പോലും മുറിച്ചു കിടക്കാൻ പറ്റാത്തത്ര വെള്ളം ഒഴുകുന്നുണ്ട് മീനച്ചിലാറ്റിൽ. ജിബിയെ തനിച്ചാണ് പോയത്. നെല്ലിക്കുന്നേൽ വീടിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ ജിബിയയ്ക്ക് ചങ്കിടിപ്പ് കൂടി. ഈ ഗേറ്റും ഈ വീടും ഇവിടുത്തെ ആളുകളും തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു. എത്ര കാലം താനിത് തൻ്റേതാണെന്ന് വിശ്വസിച്ച് ദിവാസ്വപ്നങ്ങളിൽ മുഴുകി ജീവിച്ചു. ഈ വീടിനൊരു കാന്തശക്തി ഉണ്ടായിരുന്നു. ഈ വീടിന് നേർക്ക് തന്നെ വലിച്ചെടുപ്പിക്കുന്ന ദിവ്യമായ ഒരു ശക്തിവിശേഷം. ഇപ്പോൾ ആ ആകർഷണ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നവൾ ആശ്ചര്യത്തോടെ തിരിച്ചറിഞ്ഞു. വികർഷണമാണിപ്പോൾ നടക്കുന്നത്. ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ ടെറസിൽ ഫോൺ ചെയ്തുകൊണ്ട് ഒരു സുന്ദരി നിൽക്കുന്നത് ജിവിയെ കണ്ടു. അന്ന് പാലത്തിനരികിൽ വെച്ച് കണ്ട അതേ യുവതി, റോബിൻസിൻ്റെ ഭാര്യ. അവൾ ജിബിയെയും കണ്ടിട്ടുണ്ട്. ജിബിയെ നോട്ടം മാറ്റി സിറ്റൗട്ടിൽ നേർക്ക് ചെന്നു. ഷാലിമയും ഷൈനിയും തമ്മിൽ ഹാളിൽ എന്തോ വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ട് ഷാലിമ വാതിക്കലേക്ക് വന്നു. ജിബിയെ സിറ്റൗട്ടിൻ്റെ മാർബിൾ കണ്ട പടിയിൽ കണ്ട് അവൾ ഒരു നിമിഷം അന്താളിച്ചു നിന്നു. അവളുടെ മുഖഭാവം മാറിയപ്പോൾ ജിബിയയ്ക്ക് കൗതുകമാണ് തോന്നിയത്. എന്താടി മോളെ പറ്റില്ലാത്ത? ജിബിയെ പുഞ്ചിരിയോടെ കയറി ചെന്നു. ഷാലിമ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ജിബിയെ അരികെ ചെന്ന് അവളുടെ കൈ പിടിച്ചു. അവളുടെ കണ്ണ് നിറയുന്നത് കണ്ട് ജിബിയെ ചോദിച്ചു, എന്തുപറ്റി? ഷൈനി ആൻറ്റിയുമായിട്ടാണോ ഫൈറ്റ്? ഷാലിമ ഒന്നും മിണ്ടിയില്ല. അവൾക്ക് തന്നെ ഇങ്ങനെ നേരിടേണ്ടി വന്നത് സങ്കടമുണ്ടെന്ന് ജിബിയയ്ക്ക് മനസ്സിലായി. അവളുടെ കുഞ്ഞാങ്ങളെയും താനും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഒട്ടേറെ രംഗങ്ങൾ ദൃക്സാക്ഷിയായിരുന്നു അവൾ. ജിബി അവളുടെ കൈകൾക്ക് പിടിച്ചു വാതിക്കലേക്ക് ചെന്നു. ഷൈനി ആൻറ്റി ഹാളിന് നടുവിൽ അസ്തപ്രജ്ഞയായി നിൽക്കുന്നത് കണ്ടു. ആൻറ്റി എന്തിനാ അവളെ വഴക്കു പറയുന്നത്? പ്രതിമ ചലിക്കുന്നത് പോലെ ഷൈനി ഒന്നിളകി. ഒരു വക പറഞ്ഞ അനുസരിക്കത്തില്ല. അനുസരണയെന്ന് പറയുന്ന സംഗതി അയലത്തുകൂടെ പോലും പോയിട്ടില്ല. പോത്തുപോലെ വളരുന്നുണ്ട്. എരുമ പോലെ എന്നല്ലേ പറയേണ്ടത്? ജിബിയെ ചിരിച്ചു. തനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നതെന്ന് അവൾ അത്ഭുതത്തോടെ ഓർത്തു. ഷൈനി ജിബിയുടെ അടുത്തേക്ക് വന്നു. അവളുടെ തോളത്ത് മുഖം വച്ച് മുഖത്തേക്ക് നോക്കി. ഞങ്ങളോടൊന്നും തോന്നില്ല മോളെ. നിന്റെ മനസ്സിൽ എന്തായിരുന്നെന്ന് ഞങ്ങൾക്കറിയാം. ഞാനും അങ്ങനെയൊക്കെ കുറെ ആശിച്ചതാ. പക്ഷേ ബാക്കി പറയാതെ ഷൈനി നിർത്തും. അതെല്ലാം കഴിഞ്ഞു പോയില്ല ആൻറ്റി. ഇനി എന്തിനാ പറയുന്നത്?
നിനക്ക് ദുർബുദ്ധിയൊന്നും തോന്നിക്കില്ലേ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഒരുപാട്. നിനക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ തെറ്റാ മോളെ. പുറത്തേക്കണം. പോളച്ചനും എൻ്റെ ആങ്ങളമാരും സമ്മതിക്കത്തില്ലായിരുന്നു. ഷൈനിയുടെ കണ്ടിടറി. അത്രയുമായപ്പോഴേക്കും ജിബയ്ക്ക് സങ്കടം വന്നു. ഷാളുകൊണ്ട് അവള് നിറകണ്ണുകൾ തുടച്ചു. എന്നിട്ട് തലതിരിഞ്ഞു നോക്കിയപ്പോൾ സ്റ്റെയർകേസിൽ റോബിൻസിന്റെ ഭാര്യ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ജിബിയെ പെട്ടെന്ന് നോട്ടം മാറ്റി. ഷൈനിയോട് പറഞ്ഞു, ഞാൻ യാത്രയൊരുക്കാൻ വന്നതാ. ഞാനിന്ന് പോവാ. ബാംഗ്ലൂർക്കല്ലേ? വിവരങ്ങളൊക്കെ ഇവിടെ അറിയുന്നുണ്ടായിരുന്നു. വാ മോളെ, ചായ തരാം. ഓ, ഒന്നും വേണ്ട ആൻറ്റി, ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാ. അങ്ങനെ പോകാൻ വരട്ടെ, നീ വന്നേ. ഷൈനി അവളെ നിർബന്ധിച്ചു. അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചായ ഇട്ട് കൊടുത്തു. പലഹാരങ്ങൾ പ്ലേറ്റിലെടുത്ത് വെച്ച് കഴിക്കാൻ നിർബന്ധിച്ചു. ചായ മാത്രം മതി, വേറൊന്നും വേണ്ട, ജിബിയെ പറഞ്ഞു. ഷാലിമ അപ്പോഴും അവളോട് ചേർന്ന് തന്നെ നിന്നു. എന്നാൽ ഒരു വാക്കുപോലും സംസാരിച്ചില്ല. ഷൈനി ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞ് ഹാളിലേക്ക് പോയി. നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തി. ജിബിയ ചായ കുടിച്ച് കപ്പ് കഴുകാൻ വാഷ് ബേസിന്റെ അരികിലേക്ക് നീങ്ങിയപ്പോൾ ഷാലിമ ബലമായി കപ്പ് പിടിച്ചു വാങ്ങി. ജിബിയ യാത്ര ചോദിച്ചു. പോയിക്കോട്ടെ ആൻറ്റി, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. അർഹിക്കാത്തത് ആഗ്രഹിച്ചു. അത് ആൻറ്റി ക്ഷമിച്ചേക്കണം. ഞാൻ എൻ്റെ മമ്മിയെ പോലെ ആൻറ്റിയെ കണ്ടിട്ടുള്ളൂ. വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ അതൊക്കെ മാറി. എന്നെ അനുഗ്രഹിക്കണം. ഷൈനി അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. എൻ്റെ മോള് നന്നായി വരും. ഷൈനി കണ്ണീരോടെ അവളുടെ ശിരസ് തലോടി. പോളച്ചൻ ഊണുമുറിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അയാളോടും ജിബിയെ യാത്രാമൊഴി പറഞ്ഞു. അങ്കിളെ, ഞാൻ പോവാട്ടോ. ഇന്ന് കോട്ടയത്ത് ചെന്നിട്ട് ട്രെയിനിന് പോകാനാ. നീ വല്ലതും കഴിച്ചായിരുന്നാ? ചായ കുടിച്ചു, മതി. പോളച്ചൻ അവളുടെ അടുത്തേക്ക് വന്നു. 100 രൂപയുടെ ഒരു നേട്ടുകെട്ട് അവളുടെ നേർക്ക് നീട്ടി. ഇത് വെച്ചോ. ഒരു നിമിഷം അതിലേക്ക് തുറച്ചു നോക്കിയിട്ട് അവൾ നിഷേധാർത്ഥത്തിലൊന്ന് തലയാട്ടി. വേണ്ടങ്ങളെ, ഇതിരിക്കട്ടെ മോളെ. നിനക്ക് പൈസയ്ക്ക് ഒരുപാട് ആവശ്യം വരുമല്ലോ. നിന്റെ പപ്പ തരുന്ന പോലെ കരുതിയാൽ മതി. അയാൾ അവിടെ കൈപിടിച്ച് അതിൽ നോട്ടുകെട്ട് വെച്ച് കൊടുക്കാൻ ശ്രമിച്ചു. ജിബിയെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ നേർക്ക് കൈകൂപ്പി. എന്നെ അപമാനിക്കില്ല അങ്കിളെ. എനിക്ക് അനുഗ്രഹം മാത്രം മതി, വേറൊന്നും വേണ്ട. ആ തൊഴുകൈകൾക്ക് മുമ്പിൽ പോളച്ചൻ നിരായുധനും നിസ്സാരനുമായി പോയി. എല്ലാം നോക്കിക്കൊണ്ട് ഹാളിൽ നിന്ന ജിന്നി ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് കണ്ണും മുഖവും തുടച്ച് പുറത്തേക്ക് വന്ന ജിബിയ കേറ്റിനരിയിൽ നടക്കുന്ന ജിന്നിയെ കണ്ടു. കൈകൾ മാറിൽ പിണച്ചു കെട്ടിയിട്ടുണ്ട്. ഗാഢമായ ചിന്തയിലാണെന്ന് തോന്നിച്ചു. ജിബിയ ഗേറ്റിനരികെ ചിലപ്പോൾ അവൾ മുഖമുയർത്തി. ജിബിയ ഒന്ന് മന്ദഹസിച്ചു. എന്താ പേര്? അവൾ ചോദിച്ചു. ജിബിയ. ഈ വീടുമായി പണ്ട് മുതലേ നല്ല അടുപ്പമുണ്ടല്ലേ? ഉണ്ട്. അയൽക്കാരല്ലേ? എന്താ, 6 ഞങ്ങളുടെ വീട്. കല്യാണത്തിന് വന്നായിരുന്നോ? ഇല്ല, വീട്ടിൽ നിന്ന് പപ്പയും മമ്മിയും വന്നല്ലോ. അന്ന് പാലത്തിൻ്റെ അരികെ വെച്ച് കണ്ടപ്പോൾ റോബിൻ്റെ അടുത്ത് ഒരു പരിചയം കാണിച്ചില്ലല്ലോ. അന്ന് അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുപ്പൊക്കെ അല്ലായിരുന്നോ? അതാ മിണ്ടാതെ പോയത്, ജിബിയ പറഞ്ഞു. ഞാൻ റോബിനോട് ആ കുട്ടിയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ റോബിൻ പറഞ്ഞത് ആറ്റിനക്കരയുള്ള ഏതോ വീട്ടിലെ പെൺകുട്ടിയാണെന്നാണല്ലോ. റോബിച്ചായൻ പറഞ്ഞതാ ശരി. ഞാൻ ആറ്റിനക്കരയുള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് വലിയ സ്നേഹമാണല്ലോ. അവരൊക്കെ നല്ലവരായതുകൊണ്ടാ. ഞാൻ പോയിക്കോട്ടെ. ഞാൻ ആരാണെന്ന് ചോദിച്ചില്ലല്ലോ. എനിക്കറിയാം. എങ്ങനെ അറിയാം? കല്യാണത്തിന് വന്നില്ലല്ലോ. എൻ്റെ പരിചയമില്ല. അന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി. പോട്ടെ. ജെന്നി സമ്മതാർത്ഥത്തിൽ ശിരസനക്കി. ജിബിയ ഗേറ്റ് കടന്ന് പോയി. കുറേ ദൂരം ചെന്നിട്ട് തിരിഞ്ഞു നോക്കി. ജിന്നി അപ്പോഴും ഗേറ്റിൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അധ്യായം 7. ജിബിയെ യാത്ര അയക്കാൻ വേണ്ടി ജോബിൻ പുന്നക്കാട്ട് വീട്ടിൽ എത്തിച്ചേർന്നപ്പോഴേക്കും നേരം ഉച്ചയോടടുത്തിരുന്നു. ജിബിയെയും ജോർജ് കുട്ടിയും പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഇനി ഊണ് കഴിക്കുക, ഇറങ്ങുക. ഷേർലി വന്നില്ലടാ അതിൻ്റെ കൂടെ? ബിൻസി മകനോട് ചോദിച്ചു. ഞാനൊരു ഓട്ടം പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ. അവളെ കൂട്ടണമെങ്കിൽ ഞാൻ വീട് വരെ പോകണ്ടായോ? ഓ, വന്നൂന്ന് പേര് ചേർക്കാൻ വേണ്ടി മാത്രം വന്നതല്ലേ? നിന്റെ പെങ്ങളെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പോവാണെന്ന് നിനക്കറിയാവുന്നതല്ലേ? കൂടപ്പുറപ്പ് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇന്നലെ തന്നെ ഇവിടെ വന്നേനെ. അവളുടെ ഒരേ ഒരു ആങ്ങളയല്ലേ നീ? അവളെ ഉപദേശിക്കാനും വഴികാട്ടി കൊടുക്കാനും മുന്നിൽ നിൽക്കേണ്ടവനല്ലേ? ഓ, ഞാൻ ഉപദേശിക്കാത്ത കുറവേ ഉള്ളൂ. നേഴ്സിംഗ് പഠിക്കാൻ പോകേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു അവൾക്ക്.
ചെതൽപ്പുറ്റ് പൊട്ടിച്ചണക്ക് പോലെയല്ലേ നേഴ്സുമാർ ഓരോ വർഷം പഠിച്ചിറങ്ങുന്നത്. അവരെ ആർക്ക് വേണം? നക്കാപ്പിച്ച ശമ്പളം ഒടുക്കത്തെ കഷ്ടപ്പാടും, വെറുതെ കാശ് കളയാൻ വേണ്ടിയിട്ട്. ഒരു തൊഴിൽ പഠിക്കാൻ വേണ്ടിയല്ലേ? ആ കാശൊന്നും പൊക്കോട്ടെ. ആ 407 വാങ്ങാൻ ഞാനിത്തിരി കാശ് ചോദിച്ചപ്പോൾ പപ്പയും മമ്മിയും 5ന്റെ പൈസ തന്നില്ല. മകളെ പഠിപ്പിക്കാൻ എവിടെ നിന്നുണ്ടായി കാശ്? നീ കണക്കൊന്നും പറയണ്ട, നിനക്ക് തരാനുള്ളതൊക്കെ തന്നതാ, വിൻസി പറഞ്ഞു. 1 മണിയോടെ ഓട്ടോറിക്ഷ എത്തി. ജോർജ് കുട്ടി മുൻകൂട്ടി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ജിബിയ ജോസ്നയോടും ബിൻസിയോടും യാത്ര പറഞ്ഞു. എൻ്റെ മോളെ, അവിടുത്തെ അവസ്ഥ അറിയാലോ, നന്നായിട്ട് പഠിക്കണം. അതിനുവേണ്ടി മാത്രം ഇല്ലാത്ത കാശുണ്ടാക്കി ബാംഗ്ലൂർക്ക് വിടുന്നതെന്നുള്ള ഓർമ്മ എപ്പോഴും വേണം. തൊലിവെളുപ്പുള്ള പെങ്കൊച്ചുകളെ കാണുമ്പോൾ ചിരിച്ചും പഞ്ചാര വർത്താനം പറഞ്ഞും ഇഷ്ടം കൂടാൻ പലരും വരും. അതൊക്കെ കണ്ടില്ലാന്നും കേട്ടില്ലാന്നും വെച്ച് നടന്നോണം. പിൻസി അവളുടെ ഇരുതോളത്തും കൈവച്ച് അപേക്ഷാപൂർവ്വം പറഞ്ഞു. കാലത്തെണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചേക്കണം. അതിനൊരു മുടക്കവും വരുത്തിയേക്കരുത്. എപ്പോഴും ദൈവവിചാരം മനസ്സിലുണ്ടായിരിക്കണമല്ലോ. കേട്ടല്ലോ? ജിബിയെ തലയാട്ടി മൂളി സമ്മതിച്ചു. വിൻസി അവളെ ഗാഢമായി ഒന്ന് കെട്ടിപ്പിടിച്ചു. നെറ്റിയിലും നെറുകയിലും ഉമ്മ നൽകി. വിളിക്കാൻ പറ്റുമ്പോഴൊക്കെ വിളിച്ചേക്കണം. ഇവിടെയുള്ളവർക്ക് അത് കേൾക്കുമ്പോഴേ ഒരു സമാധാനം നോർത്തണം. ജിബിയ ജോബിനോടും യാത്രാമൊഴി ചൊല്ലി. പിന്നെ ജോർജ് കുട്ടിയോടൊപ്പം ലഗേജും എടുത്ത് ഓട്ടോറിക്ഷയിൽ ചെന്ന് കയറി. ഓട്ടോറിക്ഷ നീങ്ങുമ്പോൾ ജിബിയ വീടിന് നേർക്ക് നോക്കി. മുറ്റത്തിന്റെ വിളമ്പിൽ കണ്ണുകൾ തുടച്ചും മൂക്കുപിഴഞ്ഞും ഇടയ്ക്ക് കൈവീശിയും യാത്രാമംഗളം നേരുന്ന ബിൻസിയും ജോസ്നയും. തിക്കോയി പള്ളിവാതിക്കലെത്തിയ ശേഷം ബസ്സിലായിരുന്നു കോട്ടയത്തേക്കുള്ള യാത്ര. 3 മണിയോടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ട്രെയിൻ വരാൻ ഇനിയും 1 മണിക്കൂറിലധികം സമയമുണ്ട്. ടിക്കറ്റ് റിസർവ് ചെയ്യാത്തത് കാരണം ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറാൻ പറ്റും. ടിക്കറ്റ് എടുത്തിട്ട് ജനറൽ കമ്പാർട്ട്മെന്റുകൾ വരുന്ന ഭാഗം നോക്കി ജോർജ് കുട്ടുവും ജിബിയും പ്ലാറ്റ്ഫോമിലൂടെ ലഗേജും വലിച്ചു നടന്നു. പ്ലാറ്റ്ഫോമിൽ കണ്ട കൂലിയോട് ഐലൻഡ് എക്സ്പ്രസ് വരുന്ന കൃത്യസമയം ചോദിച്ചു. ജിബിയ ഒരിടത്ത് നിർത്തിയ ശേഷം ജോർജ് കുട്ടി ബുക്ക് സ്റ്റാളിൽ പോയി 2 മാസികകൾ വാങ്ങി. ട്രെയിനിലിരിക്കുമ്പോൾ വായിക്കാമല്ലോ എന്ന് കരുതി. 4 മണി കഴിഞ്ഞിട്ടും ട്രെയിൻ വരുന്നില്ല. കന്യാകുമാരിയിൽ നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന ഐലൻഡ് എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ് എന്ന് ഉച്ചഭാഷണിയിലൂടെ വിളംബരം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാമായിരുന്നു. ഒരു മധ്യവയസ്കൻ ജിബിയുടെയും ജോർജ് കുട്ടിയുടെയും അരികെ വന്ന് ചോദിച്ചു. ബാംഗ്ലൂരിനുള്ള തീവണ്ടി വരേണ്ട സമയം കഴിഞ്ഞല്ലോ, നിങ്ങൾ ആ വണ്ടിക്കാണോ? അതെ, 1/2 മണിക്കൂർ ലേറ്റാണെന്നേ എൻക്വയറിക്കാരങ്ങനെയാ പറയുന്നത്, ജോർജ് കുട്ടി മറുപടി നൽകി. പപ്പ എൻ്റെ അടുത്ത് തന്നെ നിൽക്കണേ, വേറെ എങ്ങോട്ടും പോയേക്കില്ലേ? ജിബിയ ഷട്ടം കെട്ടി. ഐലൻഡ് എക്സ്പ്രസ് എത്തിയപ്പോൾ 4:30 മണിയായി. ആളുകൾ അവരവരുടെ കോച്ച് തേടി മുൻപോട്ടും പുറകോട്ടും പായുന്നതിനിടയിൽ ഒരു യുവാവ് മധ്യവയസ്കന്റെ അടുത്തേക്ക് തിടുക്കത്തിൽ പറഞ്ഞു. ജനറൽ കമ്പാർട്ട്മെന്റ് ഫ്രണ്ടിലാ, ഇവിടെ അല്ല. അച്ചാച്ചൻ അങ്ങോട്ടോടി വിഷമിക്കണ്ട, ഞാൻ പൊക്കോളാം. എവിടെയാ അത്? മധ്യവയസ്കന് പരിഭ്രമം കയറി. അതവിടെയാ. ആ ഗ്രാമീണന് ട്രെയിനിന്റെ തലയും വാലും പിടികിട്ടാത്തതുപോലെയായി. യുവാവ് സൂട്ട് കേസും ട്രോളി ബാഗും ഷോൾഡർ ബാഗും പാക്ക് ചെയ്ത് നിമിഷ നേരത്തിനുള്ളിൽ തൂക്കിയെടുത്ത് ട്രെയിനിന്റെ മുൻഭാഗത്തേക്ക് ഓടി. ജനറൽ കമ്പാർട്ട്മെന്റ് മുന്നിലാണെന്ന് ജോർജ് കുട്ടി മകളോടും പറഞ്ഞതും ലഗേജ് തൂക്കിയെടുത്തതും ഒപ്പം കഴിഞ്ഞു. ജോർജ് കുട്ടി ആരോഗ്യവാനായതുകൊണ്ട് ജിബിയയ്ക്ക് ഒരു ഷോൾഡർ ബാഗ് മാത്രമേ എടുക്കേണ്ടി വന്നുള്ളൂ. ഒരു ട്രെയിനിന്റെ മുഴുവൻ നീളവും ഓടി പ്ലാറ്റ്ഫോമിലൂടെ ഓടി തീർക്കുന്നതിനിടയിൽ അങ്ങിങ്ങ് തിരക്കിട്ടോടുന്ന മറ്റു പാസഞ്ചേഴ്സ്, ബന്ധുമിത്രാദികളോട് യാത്ര പറയുന്നവർ, ട്രോളികളിൽ ചരക്ക് തള്ളിക്കൊണ്ടുപോകുന്ന പോർട്ടർമാർ, പെട്ടി ചുമക്കുന്ന കൂലികൾ, ഇങ്ങനെ നാനാതരം തടസ്സങ്ങൾ അവളെ പരിഭ്രാന്തയാക്കി. ഒരുപക്ഷെ ട്രെയിനിൽ കയറാൻ കഴിയും മുൻപേ അത് വിട്ടുപോയേക്കുമോ എന്ന് പോലും അവൾ ഭയന്നു. പപ്പയ്ക്കും അതേ പരിഭ്രമമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ കൂടെ കൂടെ തിരിഞ്ഞു നോക്കി. വേഗം വാ എന്ന് തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. ഇതിനു മുൻപ് 2 തവണയെ അവൾക്ക് ട്രെയിൻ യാത്ര ചെയ്യേണ്ടി വന്നുള്ളൂ. അതിലൊന്ന് തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വന്നപ്പോഴാണ്, മറ്റൊന്ന് എറണാകുളത്തേക്ക് ഒരു ഡിബേറ്റിൽ പങ്കെടുക്കാൻ പോയപ്പോഴും. 2 തവണയും ടീച്ചേഴ്സും സഹപാഠികളും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം ശാന്തമായ യാത്രയായിരുന്നു. ജോർജ് കുട്ടിയും ജിബിയയും ജനറൽ കമ്പാർട്ട്മെന്റിലെ ഭാഗങ്ങളിലെത്തി. അവിടെ വാതിലുകളിലെ തിരക്ക് കണ്ടപ്പോൾ ഒരിക്കലും അതിനുള്ളിൽ കയറാൻ പറ്റാൻ കഴിയില്ലെന്ന് അവൾ വിചാരിച്ചു. മുൻപ് പരിചയപ്പെട്ട മധ്യവയസ്കൻ സമാധാനത്തിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ജോർജ് കുട്ടിയും ജിബിയയും കണ്ട് അയാൾ പറഞ്ഞു, മോളെ പെണ്ണുങ്ങളുടെ കമ്പാർട്ട്മെന്റിലേക്ക് കയറ്റിവിടും. എനിക്കും അവളുടെ കൂടെ പോകേണ്ടതാ, ജോർജ് കുട്ടി പറഞ്ഞു.
ജിബിയെ നോക്കിയപ്പോൾ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് കൂടുതൽ തിരക്ക്. മധ്യവയസ്കന്റെ മകൻ ഒരു ജനാലക്കര മുഖം കാട്ടി നിൽപ്പുണ്ട്. മധ്യവയസ്കൻ ജനാലയ്ക്കടുത്തേക്ക് ചെന്ന് നിന്നു. എടാ മോനെ, ഇവരെ കൂടി കയറ്റാൻ വല്ല വഴിയുണ്ടോ? സീറ്റ് കിടപ്പുണ്ടോ? എനിക്ക് പോലും സീറ്റില്ല. ആ പെണ്ണിന് പോയി ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിക്കൂടെ? അതിൻ്റെ അപ്പനും ബാംഗ്ലൂർക്ക് വരുന്നുണ്ടാ. ഒന്ന് ആലോചിച്ചിട്ട് മകൻ സഹായ സന്നദ്ധനായി തിക്കിത്തിരക്കി വാതിൽക്കലേക്ക് വന്നു. എല്ലാവരുടെയും തലയ്ക്ക് മീതെ കൈ ഉയർത്തി ജോർജ് കുട്ടിയോട് ലഗേജ് താ അങ്കിളെ എന്ന് വിളിച്ചു പറഞ്ഞു. ജോർജ് കുട്ടി ഒരു ബാഗ് 2 പാദങ്ങൾക്കിടയിലും വെച്ചിട്ട് ട്രോളി ബാഗ് എടുത്ത് പൊക്കിക്കൊടുത്തു. ലഗേജുമായി അകത്തു കിടക്കുന്നതായിരുന്നു ഏറ്റവും ദുഷ്കരം. അതിനുശേഷം നിലത്തിരുന്ന ബാഗ് എടുത്തു കൊടുത്തു. ജിബിയുടെ ഷോൾഡർ ബാഗും നീട്ടിക്കൊടുത്തു. ജിബി ആ തിരക്കിൽ ഞെരിഞ്ഞമർന്ന് പഞ്ഞിക്കിട്ടതുപോലെ വാതിക്കലെത്തി. യുവാവ് അവളുടെ നേർക്ക് കൈനീട്ടി. ജിബിയ ഒരു നിമിഷം ശങ്കിച്ചു. അങ്ങോട്ട് പിടിച്ചു കയറ്, ജോർജ് കുട്ടി പറഞ്ഞു. ജിബിയ പിടിച്ചു കയറ്റിയ ശേഷം അവൻ ജോർജ് കുട്ടിയെയും വലിച്ചു കയറ്റി. രണ്ടുപേരും ട്രെയിനിനുള്ളിലായി. ലഗേജ് എവിടെ വെച്ചൊന്നും കാണാൻ പോലുമില്ല. ജോർജ് കുട്ടിയുടെ നേട്ടം മനസ്സിലാക്കി അവൻ പറഞ്ഞു, ആ സീറ്റിനടിയിലോട്ട് തള്ളിക്കയറ്റി. പിന്നെ നോക്കിയാൽ മതി. കഷ്ടിച്ച് കാല് കുത്താനുള്ള ഇടമേ ഉള്ളൂ. തിരക്കിൽപ്പെട്ട് ജിബിയും ജോർജ് കുട്ടിയും ഏതാനും നിര സീറ്റുകൾക്കപ്പുറത്തേക്ക് പോയി. അവരെ സഹായിച്ച യുവാവ് ജനാലിക്കൽ മുഖം ചേർത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മധ്യവയസ്കനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ട്രെയിൻ നീങ്ങാൻ പോകുന്നതിൻ്റെ മുന്നോടിയായി സൈറൻ മുഴങ്ങി. ട്രെയിൻ ചലിച്ചു തുടങ്ങി. ജിബിയ ലഗേജ് വയ്ക്കാനുള്ള ബർത്തിലേക്ക് നോക്കി. അവിടെയെല്ലാം ഓരോരുത്തർ കയറി സ്ഥലം പിടിച്ചിരിക്കുന്നു. താഴെ 3-4 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിൽ 8 പേരൊക്കെയാണ് ഞെരുങ്ങിക്കൂടിയിരിക്കുന്നത്. അവളുടെ നോട്ടം കണ്ടിട്ട് യുവാവ് പറഞ്ഞു, ഇരിക്കാൻ സീറ്റൊന്നും കിട്ടത്തില്ല. രാത്രിയാവുമ്പോൾ അവനവൻ്റെ പെട്ടിയെടുത്ത് പാസേജിൽ വെച്ച് അതിനു മേലെ ഇരിക്കാൻ പറ്റിയേക്കും. ജോർജ് കുട്ടി അവനോട് പേര് ചോദിച്ചു. ജെയ്സൺ, അവൻ പറഞ്ഞു. ജോർജ് കുട്ടി തൻ്റെ പേര് വെളിപ്പെടുത്തി. പരിചയപ്പെട്ടു വന്നപ്പോൾ ജെയ്സൺ ബാംഗ്ലൂർ സെൻറ്റ് സേവിയേഴ്സിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. 1 വർഷമായി നഴ്സിംഗിന് ചേർന്നിട്ട്. കമ്മനഹള്ളിയിലാണ് നഴ്സിംഗ് കോളേജ്. മജസ്റ്റിക്കിൽ നിന്നും ബസ്സിൽ കുറേ പോകണം. വേറെ വല്ല നല്ല കോളേജും നോക്കിക്കൂടായിരുന്നോ? ജോർജ് കുട്ടിക്ക് ചങ്കു പിടഞ്ഞു. ഇപ്പോൾ പോണ സ്കൂൾ കൊള്ളത്തില്ലേ? സൗകര്യങ്ങളൊക്കെ തീരെ കുറവാ. ഞാൻ തന്നെ അബദ്ധം പറ്റിയ പോലെ ഇരിക്കുക. ഇതിനേക്കാളൊക്കെ നല്ല നല്ല നഴ്സിംഗ് കോളേജുകൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുഴപ്പം വല്ലതും ഉണ്ടോ? ഞങ്ങൾക്കൊന്നും അറിയാൻ മേല. ഞാനിന്നേ വരെ ബാംഗ്ലൂർക്ക് പോയിട്ടുമില്ല. ജോർജ് കുട്ടി അസ്വസ്ഥനായി. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഫീസ് കുറവായതുകൊണ്ട് നമ്മൾ അബദ്ധത്തിൽ തലവെച്ച് കൊടുക്കുന്നതാ, ജേസൺ പറഞ്ഞു. നമ്മൾ അഡ്വാൻസ് കൊടുത്തു പോയല്ലോ, ഇനി മാറാൻ പറ്റുമോ? കൊടുത്ത അഡ്വാൻസ് ഉപേക്ഷിക്കേണ്ടി വരും. അവരത് ഇനി തിരിച്ചു തരാനൊന്നും പോണില്ല. ആ ഉള്ള സൗകര്യത്തിനൊക്കെ പഠിച്ചാൽ മതി. മോൻ അവിടെ അല്ലേ പഠിക്കുന്നത്? അതുപോലല്ലേ ഇതും. ജോർജ് കുട്ടി ആശ്വസിക്കാൻ ശ്രമിച്ചു. ട്രെയിൻ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ പാസേജിൽ അല്പം വായുസഞ്ചാരമൊക്കെ ഉണ്ടായി. ജേസൺ ലഗേജ് വെച്ചിരിക്കുന്ന സ്ഥലം കാട്ടിക്കൊടുത്തിട്ട് അവൻ്റെ ലഗേജ് ഇരിക്കുന്നിടത്തേക്ക് പോയി. ജോർജ് കുട്ടിയും ജിബിയും നിന്നുകൊണ്ടുള്ള യാത്ര തുടർന്നു. എറണാകുളത്തെത്തിയപ്പോൾ കുറേ പേര് കൂടി ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് തള്ളിക്കയറി. പ്രാണവായു കിട്ടാതെ ശ്വാസം മുട്ടി ചത്തുപോകുമെന്ന് ജിബിയയ്ക്ക് തോന്നി. രാത്രിയായപ്പോൾ ടോയ്ലറ്റിലും വാതിലുകൾക്കുമിടയിൽ ബാഗും സൂട്ട്കേസും അടുക്കി വെച്ച് അതിന്മേൽ ജോർജ് കുട്ടിയും ജിബിയെ ഇരുന്നു. ജെയ്സൺ 2-3 തവണ വന്ന് നോക്കിയിട്ട് പോയി. പപ്പയുടെ തോളത്തേക്ക് ചാരിയിരുന്ന് മയങ്ങിയ പാലങ്ങളിലൂടെ തീവണ്ടി പോകുമ്പോഴൊക്കെ പ്രകമ്പനിൽ ഞെട്ടിയുണരും. മലയിടുക്കുകൾ കടന്നു പോകുമ്പോഴത്തെ മുഴക്കത്തിൽ വിറവുകൊണ്ട് ജിബിയ രാത്രി കഴിച്ചുകൂട്ടി. നരകത്തിലേക്കുള്ള യാത്ര പോലെയാണ് തോന്നുന്നത്. എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതിയായിരുന്നു. പക്ഷേ പ്രഭാതമായപ്പോൾ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. ജെയ്സൺ 2 പേരെയും വിളിച്ചുണർത്തി. മജസ്റ്റിക്കിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. ജിബിയും ജോർജ് കുട്ടി എഴുന്നേറ്റ് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ജെയ്സൺ തങ്ങളുടെ വഴികാട്ടിയായി ഇതിനകം അവർ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. മജസ്റ്റിക്കിൽ ഇറങ്ങി ഹോട്ടലിൽ ചെന്ന് മുഖം കഴുകി ചായയും ഇഡ്ഡലിയും കഴിച്ചിട്ട് പോകാം എന്ന് നിർദ്ദേശിച്ചത് ജെയ്സൺ ആയിരുന്നു. കമ്മനഹള്ളിയിലെത്തിയാൽ അതിനൊന്നും സൗകര്യം കിട്ടിയെന്ന് വരില്ല. മജസ്റ്റിക്കിൽ നിന്നും ബസ്സിലായിരുന്നു കമ്മനഹള്ളിയിലേക്കുള്ള യാത്ര. ആ ചെക്കനെ കൂട്ടുകിട്ടിയത് വലിയ ഭാഗ്യമായി, ജോർജ് കുട്ടി മകളോട് പറഞ്ഞു. 9:30 മണിയോടെ അവർ സെന്റ് സേവിയേഴ്സിൽ നഴ്സിംഗ് കോളേജിൽ എന്ന സ്ഥാപനത്തിൽ എത്തിച്ചേർന്നു. അച്ഛന്മാരെ നടത്തുന്ന കോളേജാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, ജോർജ് കുട്ടി ജെയ്സണോട് ആവലാതി പോലെ പറഞ്ഞു. സെന്റ് സേവിയേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? സെന്റ് ജോർജ് എന്നും ജീസസ് എന്നും വേളാങ്കണ്ണി മാതാവ് എന്നൊക്കെയാ ബസ്സിനും ലോറിക്കും ഒക്കെ പേരിടാറില്ലേ? അത്രയല്ലേ ഇതും. ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെ ആകർഷിക്കാനുള്ള തന്ത്രം. നല്ല അച്ചടക്കത്തിലും സൽപ്പേരിലുമുള്ള സ്ഥാപനമായിരിക്കുമെന്ന് കരുതി മറ്റു മതക്കാരും ഈ കെണിയിൽ വന്ന് വീഴും, ജെയ്സൺ വെളിപ്പെടുത്തി.
കിഴക്കാലക്കലെ എൽസിയുടെ മകൾ ലിസി അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ലിസിയെ ജെയ്സന് പരിചയമുണ്ടായിരുന്നു. താനാണോ ഈ കൊച്ചിനെ ഇവിടെ തന്നെ നഴ്സിംഗിന് ചേർക്കാൻ നിർബന്ധിച്ചത്? ജെയ്സൺ ലിസിയോട് ചോദിച്ചു. നിർബന്ധിച്ചൊന്നുമില്ല. ഇവിടാണെങ്കിൽ മറ്റുള്ളിടത്തിനേക്കാൾ ഫീസ് കുറവാണെന്ന് പറഞ്ഞു. ഇയാൾക്ക് ഇവരെ എവിടുന്ന് കിട്ടി? കോട്ടയത്തുനിന്ന്. എടോ, ഇവിടെ അല്ലാതെ വേറെ വല്ല കോളേജും പറഞ്ഞുകൂടായിരുന്നു തനിക്ക്? ഇവിടെ എന്താ കുഴപ്പം? ഞാനിവിടെ അല്ലേ, താനിവിടെ അല്ലേ? ഒന്നുമില്ല, ജെയ്സൺ ദയാർത്ഥത്തിൽ പറഞ്ഞു. എത്രയാ തൻ്റെ കമ്മീഷൻ? ഓടാ കമ്മീഷൻ. ലിസി ജെയ്സന്റെ നേർക്ക് കണ്ണുകെട്ടി. എന്നിട്ട് ജോർജ് കുട്ടിയെയും ജിബിയെയും കൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് കെട്ടിടത്തിലേക്ക് നടന്നുപോയി. 2 മണിക്കൂറിനുള്ളിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയായി. ആദ്യ സെമസ്റ്ററിലെ ഫീസ് അടച്ചു. ഉച്ചയ്ക്ക് നെഹ്റു സ്ട്രീറ്റിലെ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു. ലിസി കുറിച്ചു കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിംഗ് മാളിൽ കയറി. എല്ലാം വാങ്ങി അവർ സെന്റ് സേവിയേഴ്സിൽ തിരിച്ചെത്തി. ലിസി ജിബിയുടെ ഹോസ്റ്റൽ മുറിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ ബെഡ് കാട്ടിക്കൊടുത്തു. ഇവിടെ ഇപ്പം നിന്നെ കൂടി ചേർത്ത് 8 പേരാണ്. കോമൺ ടോയ്ലറ്റ്. നാട്ടിലത്തെ പോലെ ലാവിഷായിട്ട് അലക്കാനും കുളിക്കാനും ഒന്നും സൗകര്യമില്ല. ലഗേജ് എല്ലാം റൂമിൽ വെച്ച ശേഷം ലിസിയും ജിബയും കൂടി ജോർജ് കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ഹോസ്റ്റലൊക്കെ കണ്ടോ? ജോർജ് കുട്ടി മകളെ നോക്കി. അവളുടെ മുഖത്ത് തെളിച്ചമില്ല. വീട്ടിലെ സൗകര്യമൊന്നും ഹോസ്റ്റലിൽ കിട്ടത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ആയിക്കോളും, ലിസി 2 പേരോടുമായി പറഞ്ഞു. ആ പയ്യൻ എവിടെ താമസിക്കുന്നത്? ജോർജ് കുട്ടി ചോദിച്ചു. ബോയ്സിൻ്റെ ഹോസ്റ്റലിൽ. അത് വേറൊരു കോമ്പൗണ്ടില്ല. അവർക്ക് ഗേൾസിൻ്റെ ഹോസ്റ്റലിലേക്ക് പ്രവേശനമില്ല, ലിസി വെളിപ്പെടുത്തി. അവനോടൊരു നല്ല വാക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നു. അവനിപ്പോൾ ക്ലാസ്സിലാ. ഞങ്ങൾ കാണുമ്പോൾ പറഞ്ഞാൽ പോരെ, ലിസി ചോദിച്ചു. ജോർജ് കുട്ടി ജിവിയെ നോക്കി. ഞാനങ്ങ് പോട്ടെ മോളെ. നിനക്ക് യാത്ര പറയണമെങ്കിൽ പറഞ്ഞു, ഞാൻ നിൽക്കുന്നത് നോക്കണ്ട. ലിസി നീണ്ട പാസേജിലേക്ക് മാറി നിന്നു. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി, ജോർജ് കുട്ടി ഓർമ്മിപ്പിച്ചു. പിന്നെ ആരുമായിട്ടും വലിയ കൂട്ടുകെട്ടൊന്നും വേണ്ട. അവനവൻ്റെ കാര്യം നോക്കി ഒതുങ്ങി ജീവിച്ചോണം. നീ പഠിക്കാനാ വന്നേ. കിടപ്പാടം പണയം വെച്ചിട്ടാ ബാക്കി കാശുണ്ടാക്കാനും കടം വാങ്ങിയതും തിരിച്ചു കൊടുക്കാനും ഒക്കെ. അതൊക്കെ മനസ്സിലിരിക്കണം. വീട്ടുകാരുടെ നോട്ടവും ശാസനയും ഇല്ലാത്തടത്ത് സ്വാതന്ത്ര്യം കൂടുതലാണെന്ന് തോന്നും. അവനവൻ്റെ മനസാക്ഷിക്ക് വേണ്ടാന്ന് വെക്കുന്ന ഒരു കാര്യം ചെയ്തേക്കരുത്. ഞാനിവിടെ എന്നാ ചെയ്യാനാ പപ്പ? എനിക്കിതൊക്കെ കണ്ടിട്ടൊരു ജയിലാണെന്നാണ് തോന്നുന്നത്. ഞായറാഴ്ച പുറത്തു പോകാൻ അനുവാദമുണ്ടെന്ന് ഓഫീസിലെ സാറ് പറഞ്ഞല്ലോ. എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ജിബിയെ തലയാട്ടി. പപ്പ എങ്ങനെ തിരിച്ചു പോകുന്നേ? ബസ്സിനാണോ അതോ ട്രെയിനിനാണോ? ഇവിടുന്ന് കയറുമ്പോൾ ട്രെയിനിൽ സീറ്റ് കിട്ടണമെന്നില്ല. ലിസി പറഞ്ഞത്. എന്തായാലും ഇങ്ങോട്ട് വന്ന അത്രയും ദുരിതം കാണത്തില്ലല്ലോ. ജിബിയ മൗനമായി നിന്നു. ജോർജ് കുട്ടി അരികിൽ വന്ന് മകളെ ഒന്ന് കെട്ടിപ്പിടിച്ചു. പോട്ടെ മോളെ, ഞാനിടയ്ക്ക് വരാം. ഒരു രാത്രി യാത്രയുടെ ദൂരമല്ലേ ഉള്ളൂ. ജിബിയെ കണ്ണു നിറയ്ക്കാതിരിക്കാൻ മുകളിലേക്ക് നോട്ടം വെച്ചു. ലിസിയോടും ജോർജ് കുട്ടി യാത്ര പറഞ്ഞു. ഇവിടെ നോക്കിക്കോണേ, ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. ഞാനുണ്ടല്ലോ ഇവിടെ, ഒന്നും പേടിക്കാനില്ലെന്നേ, ലിസി സ്വാതന്ത്ര്യപ്പെടുത്തി. ജോർജ് കുട്ടി വിസിറ്റേഴ്സിനുള്ള പാർലറിൽ നിന്നും ഇറങ്ങി. പപ്പ കോമ്പൗണ്ടിൻ്റെ അപ്പുറം റോഡിൽ മറിയുന്നതുവരെ ജിബിയെ നോക്കിയിരുന്നു. വാ, റൂമിലേക്ക് പോവാം. ലിസി അവളെ ഹോസ്റ്റൽ റൂമിലേക്ക് കൊണ്ടുപോയി. കുളിക്കോ നനയ്ക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. 4 മണിക്ക് തിരിച്ചു വരും. ലിസി പോയി. ജിബിയ ചുറ്റും നോക്കി. 4 ഡബിൾ ഡക്കർ കട്ടിലുകളുള്ള ചെറിയ മുറി. കട്ടിലിനടിയിൽ പാക്കേജ്. വിയർപ്പിൻ്റെയും വില കുറഞ്ഞ പൗഡറിൻ്റെയും സമ്മിശ്ര ഗന്ധം. കട്ടിലുകളിൽ അങ്ങിങ്ങ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറിയിട്ടിരിക്കുന്നു. പുതപ്പുകൾ വാരി വലിച്ചിട്ടിരിക്കുന്നു. താൻ ഭൂമിയുടെ ഏതോ കോണിലെ തടവറയിൽ അടയ്ക്കപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. ഇവിടെയാണോ 3.5 വർഷത്തോളം താൻ ജീവിക്കേണ്ടത്? ആരുമില്ലേ തനിക്ക്? എന്തെല്ലാം മോഹങ്ങളായിരുന്നു. ഒരു പ്രേമ സാമ്രാജ്യത്തിലെ രാജകുമാരിയായിരുന്നില്ലേ താൻ? ചക്രവർത്തിനി പദം അലങ്കരിക്കാൻ കാത്തിരുന്നവൾ. വിധി ഒരു കീറിക്കടലാസ് പോലെ ചുരുട്ടിക്കൂട്ടി ഈ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ജിബിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. കരയാതിരിക്കാൻ അവൾ ചുണ്ടുകൾ അമർത്തി. പക്ഷേ ഹൃദയത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട പ്രാണസങ്കടം, ദയനീയമായ ഒരു കരച്ചിൽ അവളെ കീഴടക്കി കഴിഞ്ഞിരുന്നു. ഞണ്ടുകല്ലിലെ തറവാട്ടിൽ വെച്ചായിരുന്നു പവിത്രയുടെ വിവാഹ നിശ്ചയം. അവിടെ വെച്ച് നടത്തിയാൽ മതിയെന്ന് അജിതാമ്മയുടെ അച്ഛച്ചന്മാരും ആങ്ങളമാരും കൂടിയാണ് തീരുമാനിച്ചത്. വിവാഹത്തിനുള്ള പൊന്നും പണവും അവരാണ് സ്വരുക്കൂട്ടുന്നത്. എന്തെങ്കിലും കാരണവശാൽ തൻ്റെ വിവാഹ നിശ്ചയം മുടങ്ങണമെന്നൊരു വിശ്വാസം പവിത്രയ്ക്കുണ്ടായിരുന്നു. അതിന് ബലികലാമായി എന്ന പോലെ ഒരു അനിശ്ചിതാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും
75,000 രൂപ ഉണ്ടാക്കി വെക്കുവാൻ വീട്ടുകാർക്ക് കഴിഞ്ഞുള്ളൂ. നിശ്ചയ ദിവസം 1,00,000 കൊടുക്കണമെന്നാണ് വാക്ക്. ഇതിനിടയിൽ ജയപ്രകാശിന്റെ അമ്മ സുഭദ്രാമ 2 തവണ അജിതാമ്മയുടെ വീട്ടിൽ സന്ദർശനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. സ്വർണം പഴയതൊന്നും വേണ്ടാന്നും പാലയിലോ കോട്ടയത്തോ പോയി പുതിയ സ്വർണം വാങ്ങണമെന്നും അവർ വാശി പിടിച്ചു. ഞങ്ങളുടെ കയ്യിൽ പഴയ സ്വർണമേ ഉള്ളൂ, താലിമാല വേണമെങ്കിൽ പുതിയത് വാങ്ങാം, കമ്മലും വാങ്ങാമെന്ന് അജിതാമ്മ പറഞ്ഞു. അത് ശരിയാവത്തില്ലല്ലോ എന്നായി സുഭദ്രാമ്മ. ഒന്നാമത് പഴയ സ്വർണത്തിന്റെ തേയ്മാനം കൂടും. അതുകൂടാതെ കണ്ണുകളുടെ ഇടയ്ക്ക് ചെളി കയറിയതായിരിക്കും. 15 പവന്റെ ഇടയ്ക്ക് കുറഞ്ഞത് 15 ഗ്രാം ചെളിയെങ്കിലും കാണും. ഞങ്ങൾക്കല്ലേ നഷ്ടം. അത് കേട്ടപ്പോൾ അജിതാമ്മയ്ക്ക് ദേഷ്യം വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിത് വേണ്ടാന്ന് വെച്ചേക്കാം. അതെന്നാ അജിതേ, ഒരുമാതിരി വെട്ടിമുറിച്ചതുപോലത്തെ വർത്തമാനം. നിങ്ങൾ ചോദിച്ചത്രയും പൊന്നും പണം ഉണ്ടാക്കാൻ ഞങ്ങൾ നെട്ടോട്ടോടുക. അപ്പോഴാ ഒരുമാതിരി കണക്കുറച്ചില്. ഇങ്ങനെയൊക്കെ നോക്കുന്നിടത്തേക്ക് എൻ്റെ മോളെ കെട്ടിച്ചേച്ചാ എന്നതായിരിക്കും നമ്മളോടൊന്നും കാണിക്കാൻ പോണത്? നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പുതിയ സ്വർണ്ണമാകുമ്പോൾ നല്ല തിളക്കവും ഭംഗി ഉണ്ടാവുമല്ലോ. സുഭദ്രാമ അയഞ്ഞു. 2ാമത്തെ തവണ വന്നപ്പോൾ സുഭദ്രാമ കല്ല് കടിക്കുന്ന മാതിരി വേറൊരു വർത്തമാനം പറഞ്ഞു. എൻ്റെ മോനെ ഇതിൻ്റെ ഇരട്ടി സ്ത്രീധനം വാങ്ങിച്ച് കെട്ടാവുന്നതാ. അങ്ങനത്തെ പല ആലോചനകളും വന്നതാ. എന്നാ പിന്നെ അതങ്ങ് നടത്തിക്കൂടായിരുന്നോ? ലളിതാമ്മയും വിട്ടുകൊടുത്തില്ല. അവന് പെണ്ണിനെ ഇഷ്ടപ്പെടണ്ടേ? സ്ത്രീധനം മാത്രം പോരല്ലോ. ഇവിടുത്തെ പെണ്ണിനെ കണ്ടപ്പോൾ അവന് വേറൊന്നും വേണ്ട. ഇനി വേണമെങ്കിലും വേറെ ഒന്ന് ആലോചിക്കാം, ലളിതാമ്മ പറഞ്ഞു. ഓ, എല്ലാവരും അറിഞ്ഞു ഈ കല്യാണം നടക്കാൻ പോവാണെന്ന്. ഇനി മാറിപ്പോയ നാണക്കേടാ 2 കൂട്ടർക്കും. സുഭദ്രാമ്മ കീഴടങ്ങി. വിവാഹ നിശ്ചയത്തിന്റെ അന്ന് അജിതാമ്മയുടെ സഹോദരൻ ശിവരാജൻ ആരുടെയോ സ്വർണം കടം വാങ്ങി 25,000 രൂപ ആക്കി പണയം പെടുത്തി 1,00,000 രൂപ തെളിച്ചു. നിശ്ചയം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ജയപ്രകാശിനെ വിളിച്ച് മാറ്റി നിർത്തി. ശിവരാജൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ 1,00,000 രൂപ തരും. അറിയുന്ന നാളെ രാവിലെ 25,000 രൂപ തിരിച്ചു തരണം. നാളെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരാളോട് കടം വാങ്ങിയതാ. ആ പൈസ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ തന്നോളാം. അമ്മ അറിഞ്ഞാൽ പ്രശ്നമാവും. ജയപ്രകാശ് അസ്വസ്ഥനായി. അമ്മ അറിയണ്ട, ശിവരാജൻ തറപ്പിച്ചു പറഞ്ഞു. എന്നാലേ നിശ്ചയം നടക്കത്തുള്ളൂ. 2 നിമിഷം ആലോചിച്ച ശേഷം ജയപ്രകാശ് തലയാട്ടി. ജയപ്രകാശും പവിത്രയും തമ്മിലുള്ള വിവാഹ നിശ്ചയം മുൻകൂട്ടി തീരുമാനിച്ച ശുഭമുഹൂർത്തത്തിൽ തന്നെ നടന്നു. അധ്യായം 8. സുദർശന്റെ അമ്മ പവിത്രയുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്ത് പുന്നാരിച്ചുകൊണ്ട് കൊച്ചലോട് ചോദിച്ചു, എന്തിനാ മോളെ നീ ഇപ്പോഴേ കല്യാണം കഴിക്കാൻ പോണേ? കുഞ്ഞല്ലേ നീ? ഞങ്ങളൊക്കെ കണ്ട് കൊതി തീർന്നിട്ടില്ല ഇതുവരെ. ഇപ്പോഴേ വല്ല വീട്ടിലേക്കും പോകുന്നതാണ്. പവിത്രക്കാണെങ്കിൽ അത് കേട്ടിട്ട് കണ്ണു നിറഞ്ഞു. ഏതാനും കണങ്ങൾ കനൽത്തുള്ളികളുടെ ബോർഡിൽ ഓമനമ്മയുടെ കൈവെള്ളയിലേക്ക് അടരുകയും ചെയ്തു. എന്തിനാ കുട്ടി കരയണേ? ഓമനമ്മ അന്താളിച്ചു. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. കണ്ടു നിന്ന ദീപം ഉടൻ പറഞ്ഞു. കുഞ്ഞച്ചിക്ക് ഇഷ്ടമല്ല അച്ഛമ്മേ കല്യാണം കഴിക്കണത്. ഓ മോളെ. ഓമനയമ്മ പവിത്രയുടെ മുഖം കയ്യിലെടുത്തു അരുമയോട് ചോദിച്ചു. പവിത്ര ഓമനയമ്മയുടെ ചുമലിലേക്ക് മുഖം ചേർത്ത് വിങ്ങിപ്പെട്ടു. നിനക്കിഷ്ടമല്ലെങ്കിൽ നേരത്തെ പറയാറുന്നില്ലേ? ആരാണ് നിന്നെ കല്യാണത്തിന് നിർബന്ധിക്കുന്നത്? ഇവിടെ സംഭാഷണത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന് തോന്നിയ അജിതാമ്മ മറ്റു ബന്ധുക്കളോടുള്ള സംസാരം മുറിച്ചിട്ട് ഓമനയമ്മയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, എന്നാ ഇവിടെ കരച്ചിലും പിഴിച്ചിലും? ഇവക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നിർബന്ധിച്ച് കല്യാണം കഴിക്കണോ അജിതേ? ആര് പറഞ്ഞു? ഇവിടെ അങ്ങനെ പറഞ്ഞു. ദേ കുട്ടി നിന്ന് കരയണ്. അതിന് വേറെന്തെങ്കിലും കാരണം കാണും. വേറെന്ത് കാരണം? നിശ്ചയത്തിന് വന്നവരൊക്കെ ഒന്ന് പോയിക്കോട്ടെ. അമ്മേ, വെറുതെ എന്തിനാ ഓരോ വർത്താനങ്ങൾ പറയുന്നത്? വെറുതെയാണോ അജിതേ? ഞാനപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്തിനാണ് ഈ കുഞ്ഞിനെ ഇപ്പോഴേ പിടിച്ച് വല്ലവന്റെ കയ്യിലോട്ട് വിളിച്ചേൽപ്പിക്കുന്നത്? എൻ്റെ വീട്ടുകാർക്കും നിന്റെ വീട്ടുകാർക്കും ഒരു പെൺകുഞ്ഞില്ലാതിരുന്നിട്ട് ആദ്യം ഉണ്ടായിരുന്ന മോളാ. കുറേ ആമ്പിള്ളയുടെ നടക്ക്. ഇവിടെ കാണുന്നത് തന്നെ എല്ലാവർക്കും എന്തൊരു ഇഷ്ടാ. നിങ്ങൾ വല്ലപ്പോഴും ഒരു പട്ടുപാവടയും ബ്ലൗസും വരവ് കമ്മലും മാലയും വാങ്ങിച്ചുകൊണ്ട് വരുന്ന് കൊടുത്തിടിയിച്ച് സുന്ദരിക്കുട്ടിന്ന് കൊഞ്ചിച്ചിട്ട് അങ്ങ് പോയാൽ മതി. അജിതാമ്മ വിട്ടുകൊടുക്കാൻ ഭാവമില്ല. പിന്നെന്തോ വേണം? ഓമനമ്മയ്ക്ക് ശുണ്ടി കയറി. ഓരോ തവണയും കൊട്ടക്കണക്കിന് കൊടഞ്ഞിട്ട് കൊടുക്കണമായിരുന്നോ? ഇവക്ക് കല്യാണപ്രായമാകുമ്പോൾ വേണ്ട പോലൊക്കെ ചെയ്തേനെ. ഇപ്പോഴും ചെയ്യുന്നില്ലേ? ഒരു ദിവസം ഓടി വന്നിട്ട് 5 പവന്റെ സ്വർണം താന്ന് പറഞ്ഞ് ഉണ്ടാവത്തില്ല. ഞങ്ങളും പാവങ്ങളാ. അന്നേക്കന്ന് ജോലി ചെയ്തിട്ടാ അഷ്ടിക്കുള്ള ഭാഗമാണെന്ന്. ഇനിയിപ്പോൾ നിശ്ചയം കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ? അജിതാമ്മ ചോദിച്ചു. ഇത്രയേ ചോദിച്ചുള്ളൂ. ഇവക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ ഇപ്പോഴേ കെട്ടിച്ചു വിടുന്നേ? ഇവളേതായാലും ഇവളെന്തേലും ഒരു പേരുദോഷം കേൾപ്പിച്ചോ? ആരുടെയെങ്കിലും കൂടെ ചാടിപ്പോകുമെന്ന് പറഞ്ഞു.
എന്തെങ്കിലും ഒരുത്തനുമായിട്ട് ശൃംഗരിക്കാൻ പോയോ? ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്നാ പ്രശ്നം? എന്നാ അമ്മേ ഇവിടെ നിന്ന് പ്രസംഗിക്ക്, എല്ലാവരും കേൾക്കട്ടെ. ഞാൻ പറയും, പറയാനുള്ളത് എവിടെയും പറയും. അൻ്റെ കാര്യമല്ല പറയണേ, എൻ്റെ മോന് ആദ്യം ഉണ്ടായ കുഞ്ഞാവിള്. എനിക്ക് പറയാൻ അവകാശം ഉണ്ടായിട്ടാ. പിന്നെ തർക്കിക്കാൻ നിൽക്കാതെ അജിതാമ്മ അവിടെ നിന്ന് പോയി. നിശ്ചയം കഴിഞ്ഞതൊന്നും സാരമില്ല, നിനക്കിഷ്ടമില്ലെങ്കിൽ നമുക്കിത് വേണ്ടാന്ന് വെക്കാം. ഞാൻ എൻ്റെ മോനോട് പറയാം. വേണ്ട അച്ഛമ്മേ, അച്ഛന് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് അമ്മ എൻ്റെ കല്യാണം ഇത്ര പെട്ടെന്ന് നടത്തണേ. അച്ഛൻ്റെ കയ്യിൽ ഒരിക്കലുമില്ല 100 രൂപ തയ്ച്ചെടുക്കാൻ. അമ്മയല്ലേ എല്ലാം ചെയ്യണേ. അതോടെ ഓമന അമ്മയ്ക്ക് വാക്കുമുട്ടി. തൻ്റെ മകൻ പിടിപ്പില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്തമോ കഴിവോ പരിശ്രമമോ ശീലമോ ഇല്ല അവന്. എന്നാലും എൻ്റെ കുഞ്ഞിന് ഇപ്പോഴേ ഇതിന് സമ്മതിക്കേണ്ടി വന്നല്ലോ. ഓമനയമ്മ പരിതമിച്ച് പിൻകാവ്. പവിത്രയുടെ വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കാനെത്തിയ ബന്ധുജനങ്ങൾ യാത്ര പറഞ്ഞ് നാനാവഴിക്ക് പിരിഞ്ഞു. കല്യാണ തീയതി ആകുമ്പോഴേക്ക് ബാക്കി പണവും സ്വർണവും ശേഖരിക്കാനുള്ള തന്ത്രപ്പാടിലായി സുദർശനും അജിതാമ്മയും. പഴയ സ്വർണം കുറച്ച് കയ്യിലുണ്ട്. പറഞ്ഞു വെച്ച 15 പവന് പുറമെ ചെറുക്കന് വേണ്ടി മാലയും ചെറുക്കൻ്റെ അമ്മയ്ക്ക് വളയും വാങ്ങിക്കൊടുക്കണം. അതാണ് ആചാരം. സ്വർണത്തിന്റെ കാര്യമെല്ലാം അജിതാമ്മയുടെ സഹോദരൻ ശിവരാജനാണ് ഏറ്റിരിക്കുന്നത്. പഴയ സ്വർണം ഒരുക്കി പുതുക്കി പണിയാൻ ശിവരാജൻ സ്വർണ്ണപ്പണിക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വിവാഹത്തിന് 4 നാൾ മുമ്പ് വെട്ടിപ്പറമ്പിൽ നിന്നും ഒരാൾ തിക്കോയി പഞ്ചായത്ത് പിടിയിലെത്തി. സുദർശന്റെ വീട് തിരക്കി വന്നു. അജിതാമ്മയെ കണ്ടു. താൻ ജയപ്രകാശിന്റെ അയൽവാസിയാണെന്ന് വെളിപ്പെടുത്തി. പേര് പറയാൻ അയാൾ മടിച്ചു. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ പെണ്ണിനെ വെട്ടിപ്പറമ്പിലേക്ക് കെട്ടിച്ചുവിടാൻ പോണെന്ന് കേട്ടു. കൊന്നക്കലെ ജയപ്രകാശിനെയും അവൻ്റെ അമ്മ സുഭദ്രാമ്മയും എനിക്കറിയാം. എന്നതാ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമെന്നറിയില്ല. അജിതാമ്മ ചോദിച്ചു. എന്നതാണെങ്കിലും ഒന്ന് പറയുന്നേ. അത് വന്നയാൾ ഒരല്പനേരം നിശബ്ദനായി നിന്നു. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ്. ജിബിയ ബാംഗ്ലൂരിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ പോകുന്നു. പവിത്രയുടെ വിവാഹം നടക്കാൻ പോകുന്നു. വളരെ ആകാംക്ഷാജനകമായ ഒരധ്യായമാണ് ഇനി വരുന്നതൊക്കെ. അപ്പം ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ തന്നെയായാലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ പുതിയ പുസ്തകം കനൽപ്പെയ്ത്ത് പ്രകാശനം കർമ്മം കഴിഞ്ഞു. 2-3 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവർക്കും പുസ്തകം എത്തിക്കാൻ കഴിയും. കേൾക്കുന്ന ആർക്കെങ്കിലും കനൽപ്പെയ്ത്ത് നോവൽ വേണമെന്ന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ, പുസ്തക രൂപത്തിൽ വേണമെന്ന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ദയവായി കോൺടാക്റ്റ് ചെയ്യുക. ഇതിൽ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ പുസ്തകം ഒന്ന് കമൻറ്റ് ചെയ്താൽ, എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഉടനെ തന്നെ പുസ്തകം അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സഹകരണങ്ങളൊക്കെ ഇനിയും തുറന്നു വേണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഒരു അധ്യായം വീണ്ടും കാണാം.